അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി വയഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, അസ്സലാമു അലൈക്കും. ഇത്ര സൗണ്ടുള്ള ഈ തൃശ്ശൂർ ജില്ലക്കാർക്ക് അസ്സലാമു അലൈക്കും. ഇത്ര സൗണ്ടുള്ള ഒന്ന് ഉഷാറായി പറഞ്ഞേ അസ്സലാമു അലൈക്കും. പോരട്ടോ, ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് ഇത്ര സൗണ്ടുള്ളൂ. ഒന്ന് ഉഷാറായി പറഞ്ഞേ അസ്സലാമു അലൈക്കും. നല്ലൊരു ക്ലാസ് ഒക്കെ കേട്ടില്ലേ? ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് നല്ലൊരു ക്ലാസ് ഒക്കെ കേട്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഇവിടെ ഇൻട്രോയിൽ പറഞ്ഞു മാതാപിതാക്കളെ കുറിച്ചിട്ടാണല്ലേ. ഇപ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താ? പിന്നെ ഞാനൊരു ആമുഖമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഒറ്റാൾ ക്ലാസ് ആയിട്ടല്ല പോവുക. എന്ത് ചെയ്യുക, എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരാം, നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എനിക്കും പറഞ്ഞു തരണം. റെഡിയാണോ? ഇവിടെ ഞാൻ മാത്രം ഇങ്ങനെ നിന്ന് ക്ലാസ് എടുത്ത് എനിക്ക് ബോറടിക്കും, നിങ്ങൾക്ക് അതിലേറെ ബോറടിക്കൂലേ? ഇപ്പം സ്കൂളിലൊക്കെ പോയിപ്പോൾ നമുക്ക് വെക്കേഷൻ ആണല്ലേ, 10 ദിവസത്തെ വെക്കേഷൻ കിട്ടി, നാളത്തെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിയാണ്. അപ്പം എന്നും ഈ ക്ലാസ് തന്നെയല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങളും പറയണ്ടേ? റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെഷൻ മുന്നോട്ട് ഉണ്ടാവാം. ആർ യു റെഡി? ഒന്ന് ഉഷാറായി പറയും. ആർ യു റെഡി? പോരാ, എന്താ ഇപ്പൊ കഥ? ഒന്നുകൂടി ഉഷാറായി പറഞ്ഞേ. ആർ യു റെഡി? ഓക്കെ. അപ്പൊ നമ്മുടെ ജീവിത ലക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞല്ലേ. എന്താ ജീവിത ലക്ഷ്യം? നിങ്ങൾക്കൊക്കെ ജീവിത ലക്ഷ്യം ഉണ്ടോ? ഇല്ലേ? ജീവിത ലക്ഷ്യം ഉണ്ടോ? ഇവിടെ വന്ന ആദ്യ ജീവിത ലക്ഷ്യം എന്താ? സ്വർഗത്തിലെത്തണം എന്നാണല്ലേ നിങ്ങൾക്കൊക്കെ ആ ലക്ഷ്യമല്ലേ? അതില്ലേ? ആസ് എ മുസ്ലിം നമ്മുടെ ഏറ്റവും വലിയ ഗോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്വർഗത്തിലെത്താന്നാണല്ലേ. അതാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ഗോള്. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമുക്കൊരു സ്വർഗം ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ഇല്ലേ? ഈ ദുനിയാവിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സ്വർഗം ഏതാടാ? നമ്മളെ ഈ ഭൂമിയിൽ നമ്മളെ സ്വർഗം ഏതെങ്കിലൊന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് ബോറടിയാവും. രണ്ടു കൂട്ടർ കൂടി പറയണേ നമുക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോവാം. ഏതാണ് ദുനിയാവിലെ സ്വർഗം? നമ്മുടെ വീടാണല്ലേ. വീട് സ്വർഗമുള്ള കാരണം എന്താ? അവിടെ ആരുണ്ട്? നമ്മുടെ ഉമ്മയും ഉപ്പയുണ്ടല്ലേ. നമ്മൾ ഈ ഭൂമിയിലോട്ട് ജനിക്കുന്നതിന് മുമ്പ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ഭയങ്കര പ്രഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അനുഗ്രഹിച്ച് നൽകി തന്നിട്ടുള്ള 2 ഗിഫ്റ്റാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും, അല്ലേ? അതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലേ? നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നതിനേക്കാളും മുന്നേ തന്നെ നമ്മളെ സ്നേഹിച്ചവരാണ് അവര്. നമ്മളെ എങ്ങനെയാണെന്നോ, അല്ലെങ്കിൽ നമ്മൾ കാണാൻ എങ്ങനെയാണെന്നോ, നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് നല്ല കഴിവുകളുണ്ടോ, ഇതൊന്നും തിരിച്ചറിയാതെ നമ്മളെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിച്ചവരാണ് ആര്? നമ്മുടെ മാതാപിതാക്കളല്ലേ. അപ്പൊ ആ ദുനിയാവിലെ സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളല്ലേ. അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ആ സ്വർഗത്തെ നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടോ? മാതാപിതാക്കളെ സ്നേഹിക്കാറുണ്ടോ? ഉണ്ടോ? ഭയങ്കര ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പൊ സ്നേഹിക്കാറുണ്ടല്ലേ. അവർ വേദനിപ്പിക്കാറുണ്ടോ? സങ്കടപ്പെടുത്താറുണ്ടോ? ഇല്ല? ഉറപ്പാണ്? 100% ഉറപ്പാണ് സങ്കടപ്പെടുത്താറില്ല എന്ന്. അപ്പൊ ഉമ്മയും പറഞ്ഞൊക്കെ കേൾക്കാറുണ്ടോ? എല്ലാം കേൾക്കാറുണ്ട്. കുറച്ചൊക്കെ അല്ലേ. ചിലപ്പോ ഞാൻ എന്ത് ചെയ്യില്ല, കേൾക്കാറില്ല. എന്നാൽ അവരെ സ്നേഹിക്കാറില്ലേ? അവരെ സ്നേഹിക്കണ്ട നമ്മള്. എന്നാൽ മാത്രമേട്ടോ നമ്മളെ ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞത് വിജയകരമായി തീരുള്ളൂ. അല്ലെങ്കിൽ ഉമ്മാനും ഉപ്പാനും സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പൊന്നുമക്കളെ, നമ്മളെ ഭൂമിയിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫ് എന്തായില്ല, ശാശ്വതമാവൂല. നമ്മൾ സ്നേഹിക്കണ്ടേ? അവരെ സ്നേഹിക്കണല്ലേ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ എന്താ? വഖലാ റബ്ബുക, ബാക്കി അറിയില്ലേ? വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ എന്നാണ്. അതായത് നിങ്ങൾ എന്നെ ആരാധിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അതിനോട് ചേർത്ത് പറഞ്ഞത് എന്താ? നിങ്ങളെ മാതാപിതാക്കൾക്ക് വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങളെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനാണ് കൽപ്പിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പൊ അവരോട് നന്മ ചെയ്യണ്ടേ? അവരെ സ്നേഹിക്കണ്ടേ? സ്നേഹിക്കാറുണ്ടോ? നമ്മൾ മദ്രസയിൽ നിന്ന് ചെറുതിലേ തൊട്ട് പഠിച്ചു വരൂലേ, എൻ്റെ മാതാപിതാക്കളോട് ചേ എന്നൊരു വാക്ക് പോലും പറയരുത്. നമ്മൾ ചേ പറയണ്ടാവൂലേ, ബാക്കിയൊക്കെ പറയണ്ടാവൂലേ. നമുക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ നമ്മുടെ ഉമ്മയും പറയുമ്പോൾ അതല്ലാത്ത ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറയാറില്ലേ? അവർക്ക് സങ്കടം ഉണ്ടാവൂലേ? നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണല്ലേ ഈ ഭൂമിയിൽ. നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതം എന്ത് ചെയ്യാണ്, ത്യാഗം ചെയ്യുന്നവരാണല്ലേ നമ്മളെ മാതാപിതാക്കള്. നമുക്ക് വേണ്ടിയിട്ടല്ലേ അവര് അധ്വാനിക്കുന്നത്, അല്ലേ?
അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണ്ടോ? നിങ്ങൾ എന്തോ റെസ്പോൺസ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഞാൻ ഓരോരുത്തരുടെ മൈക്ക് തരും, അപ്പൊ ബാക്കിയുള്ളവർ പറയാം. അപ്പൊ എന്ത് ചെയ്യണം? റെസ്പോൺസ് ഉണ്ടാവണം കേട്ടോ. അപ്പൊ നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കണല്ലേ. ഇപ്പൊ നമ്മുടെ ഉമ്മാന്റെ ഒരു കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ, ഉമ്മ എന്ന് പറഞ്ഞത് ആരാ? ഉമ്മ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരാണ്? ഉമ്മ എന്ന് പറയുന്ന ഒരാള് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലേ. ആ ഉമ്മ ഇല്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഉമ്മാനെ കൂട്ടിട്ട് എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യുന്നുണ്ടോ? ത്യാഗം സഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇപ്പൊ ഉമ്മാരെ കുറിച്ച് ഒരുപാട് പാട്ടുകളില്ലേ. ഇപ്പൊ റീൽസൊക്കെ, നമ്മളൊക്കെ റീൽസിന്റെ ആളുകളാണല്ലേ. നമ്മുടെ 2K ജനറേഷൻ എന്ന് പറഞ്ഞത് റീൽസിന്റെ ആളുകളാണല്ലേ. അപ്പൊ നമ്മൾ റീൽസിൽ ഇങ്ങനെ കാണും ഉമ്മാനെ കുറിച്ചുള്ള ഭയങ്കര കോട്ടൊക്കെ. അപ്പൊ മദേഴ്സ് ഡേ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതും എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാവരും സ്റ്റാറ്റസ് ഇടലും സ്റ്റോറി ഇടലും. മദേഴ്സ് ഡേയിൽ മാത്രം നിൽക്കണോ നമ്മുടെ ഉമ്മാനോടുള്ള സ്നേഹം? പിന്നെ ഉമ്മാനായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര ക്യാപ്ഷനൊക്കെ കൊടുത്ത് ഹാഷ്ടാഗ് ഒക്കെ കൊടുത്ത് ഇടുന്ന ആളുകളല്ലേ നിങ്ങളൊക്കെ? മദേഴ്സ് ഡേയിൽ മാത്രമാണ് നമുക്ക് ഉമ്മാനോടുള്ള സ്നേഹം? അങ്ങനെയാണോ വേണ്ടത്? അല്ല കേട്ടോ. കാരണം അവര് ജീവിക്കുന്നത് തന്നെ നമുക്ക് വേണ്ടിയിട്ടാ. ഇപ്പൊ ഒരു ഉമ്മാന്റെ കാര്യം എടുത്തു നോക്കി നിങ്ങള്. ഒരു ഉമ്മ മാതാവാകുമ്പോ, ഇപ്പൊ നമ്മള് പെൺകുട്ടികളാണല്ലേ, എന്താ ഉമ്മമാരാവല്ലേ. അപ്പൊ അവര് എന്തൊക്കെ ത്യാഗങ്ങളാ സഹിക്കുന്നേ? ഒരുപാട് പാട്ടുണ്ട്. ഞാനൊരു 2 പാട്ടിന്റെ വരി പാടാം. മാസങ്ങൾ 10 ഉള്ളിൽ ചുമന്ന് മൗത്തിന്റെ വേദന തിന്നെന്നെ പെറ്റ് ഊണ് ഉറക്കം എല്ലാം ത്യജിച്ച്. അങ്ങനെ ഉമ്മാനെ കുറിച്ച് ഇങ്ങനെ പാട്ടുണ്ട്. കുറെ പാട്ടുകളില്ലേ? നിങ്ങൾക്ക് അറിയുന്ന പാട്ടുകൾ തന്നെ ഇല്ലേ? അങ്ങനെ ഉമ്മാനെ കുറിച്ച് പറഞ്ഞാലും തീരാത്ത, എഴുതിയാലും തീരാത്ത, വർണ്ണിച്ചാലും അവസാനിക്കാത്ത എന്താണ് ഒന്നാണ് നമ്മുടെ ഉമ്മ എന്ന് പറയണത് അല്ലേ. ഇപ്പൊ ഒരു ഉമ്മാന്റെ, ഇപ്പൊ നമ്മളൊക്കെ ആരായിരുന്നു? ഒരു ഇന്ദ്രിയത്തുള്ളി പോലെ അല്ലാത്ത ആളുകളായിരുന്നു അല്ലേ നമ്മള്. അതിൽ നിന്ന് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ കോലത്തിൽ നമ്മൾ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉമ്മ സഹിച്ച ത്യാഗങ്ങള് എത്രത്തോളാണല്ലേ. ഇപ്പൊ ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ ജന്മം നൽകുമ്പോൾ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആകുമ്പോൾ തൊട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്, ആദ്യത്തെ 3 മാസം എന്ന് പറയുന്നത് ഛർദിയായിരിക്കില്ലേ. ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റാതെ. ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങളിപ്പോ ഒരു യാത്രക്ക് പോവാണ്, യാത്ര തുടങ്ങി പകുതി എത്തിയപ്പോഴേ നിങ്ങൾ ഛർദിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ആ മനസ്സിലെന്തായിരിക്കും? ഈ യാത്ര ഒന്ന് വേഗം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ മതി എന്നായിരിക്കൂലേ. വോമിറ്റിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനല്ലേ, വേഗം ഒന്ന് വീട്ടിലെത്തിനെങ്കിൽ കുറച്ച് സമാധാനമായിരുന്നു തോന്നില്ലേ. പക്ഷെ ഈ 3-4 മാസക്കാലം ഈ ഉമ്മ എന്ത് ചെയ്യാണ്? ഛർദിയാണ്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മളെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. ഉമ്മ അപ്പൊ എന്താ ചെയ്ത്? നമ്മളോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ നമ്മുടെ ഉമ്മാക്ക്? എനിക്കൊരു സ്വൈര്യം തരാത്ത കുഞ്ഞാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല കേട്ടോ. എത്ര ഛർദിച്ചാലും ഉമ്മ എന്ത് ചെയ്യും? വീണ്ടും എന്തെങ്കിലും കഴിക്കും. അതെന്തിനു വേണ്ടിയിട്ടാ? ഉമ്മക്ക് വേണ്ടിയിട്ടാണോ? ഒരിക്കലല്ല. ഉള്ളിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെ ഒരു ക്ഷീണം പറ്റരുതെന്ന് വിചാരിച്ച് എത്ര ഛർദിച്ചാലും എന്ത് ചെയ്യും? ഉമ്മ വീണ്ടും കഴിക്കും. പിന്നെ ഛർദി മാത്രമാണോ പ്രഗ്നൻസിന്റെ ടൈമിൽ ഉണ്ടാവുന്നത്? ഇപ്പൊ ആസ് എ ഗേൾ, ഇപ്പൊ എനിക്കൊരു പെൺകുട്ടിയുടെ ധൈര്യത്തിൽ പറയാൻ പറ്റും, ആസ് എ ഗേൾ നമ്മളെ പെൺകുട്ടികളെ ഏറ്റവും വലിയ ഒരു അസറ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ ബ്യൂട്ടി അല്ലേ. ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളല്ലേ ഗേൾസ് എന്ന് പറഞ്ഞത്? ആണോ? ഒരു പിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡാർക്ക് സർക്കിൾസ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് എത്ര റെമഡീസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഗേൾസ് എന്ന് പറഞ്ഞത്. പക്ഷെ ഒരു ഉമ്മയാവുമ്പോ ആ ഉമ്മയുടെ സാക്രിഫൈസിന് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞത് അവരുടെ ബ്യൂട്ടിയാണ് അല്ലേ. ഒരു ഉമ്മ ഇപ്പൊ ഒരു പ്രഗ്നൻസി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, അതുവരെ നല്ല സ്ലിം ആയി കൊണ്ടു നടന്ന ശരീരം എന്ത് ചെയ്യാണ്? തടിക്കൂലേ? വണ്ണം വെക്കാറില്ലേ? അതെന്തുകൊണ്ടാണ് വണ്ണം വെക്കുന്നത്? ആ കുഞ്ഞിനെ ഗർഭം ചുമക്കുന്നത് കൊണ്ടാണ്. അത് മാത്രാണോ? കഴുത്തിലും എല്ലാ സ്ഥലത്തും കറുത്ത പാടുകൾ വരുന്നുണ്ട്. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ അഴക് എന്ന് പറയുന്നത് അവരുടെ മുടിയാണല്ലേ. ആ മുടിയടക്കം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കുഞ്ഞിനെ ഗർഭം ചുമക്കുന്നതോട് കൂടിയിട്ട് അവിടെ കൊഴിഞ്ഞു പോവാണ്. അപ്പൊ ഉമ്മ സങ്കടപ്പെടുന്നുണ്ടോ? ഈ കുട്ടി വരുന്ന കാരണം എന്റെ മുടി കൊഴിയാണ്, എന്റെ സൗന്ദര്യം ഇല്ലാതാവേണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മമാര് സങ്കടപ്പെടുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്തൊക്കെ സഹിച്ചാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ലാതെ എന്റെ കുട്ടിനെ ദുനിയാവിലേക്ക് എത്തിച്ചാൽ മതി എന്നാണ് ഓരോ ഉമ്മാരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ നിങ്ങളുമ്മാര് പ്രസവിച്ചത് അല്ലേ? പിന്നെ അത് രണ്ടും മാത്രമാണോ? ബ്യൂട്ടിയും അതേപോലെ തന്നെ വോമിറ്റിംഗ് മാത്രമാണോ ഉമ്മാര് സഹിക്കുന്നേ? ആണോ? ഇപ്പൊ നിങ്ങളെ വീട്ടിലൊക്കെ പ്രഗ്നന്റ് ലേഡീസിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന് നേരെ ചുവന്ന് ചെരിഞ്ഞു കിടക്കാനോ മലർന്ന് കിടക്കാനോ കഴിയില്ല. മലർന്ന് കിടന്നിട്ടെങ്കിൽ എന്താ പറയാ? പൊക്കിൾ കൂടി കഴുത്തി ചുറ്റെന്ന് പറഞ്ഞിട്ട് ചെരിഞ്ഞു കിടക്കണം. അത് എത്ര? ഈ 9 മാസക്കാലം ഒരു സൈഡ് ചെരിഞ്ഞു കിടന്ന് വേദന വന്നാലും മലർന്ന് കിടക്കാൻ കഴിയില്ല. അഥവാ ഞാനൊന്ന് മലർന്ന് കിടന്നതിന്റെ പേരിൽ എന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റി അതിനെന്തേലും പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് ഉമ്മമാരെന്ത് ചെയ്യാണ്? അത്രയും സാക്രിഫൈസ് ചെയ്യാണല്ലേ. ഇനി ഇതൊക്കെ സഹിച്ച് നീര് വന്ന് അങ്ങനെ ഒരു 9 മാസക്കാലം ഇതൊക്കെ സഹിച്ച് അവിടെ തീരുന്നുണ്ടോ?
തീരുന്നുണ്ടോ? ഒരു മനുഷ്യന് ഭൂമിയിൽ സഹിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വേദന സഹിച്ചിട്ടാ. ഇപ്പൊ നിങ്ങളൊക്കെ ഫുട്ബോൾ കളിക്കുന്നവരാണല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഈ ലെഗമെന്റിനും അതേപോലെ തന്നെ എല്ലിനൊക്കെ പ്രോബ്ലം പറ്റാറില്ലേ? ഫുട്ബോൾ കളിക്കുന്നത് വീണിട്ട്. അപ്പൊ ഒരു എല്ല് പൊട്ടിയുള്ള വേദന എന്താ സഹിക്കാൻ കഴിയോ? 10-15 ദിവസം റെസ്റ്റ് എടുത്താലും മാറോ? ഒന്ന് ഉറങ്ങാൻ കഴിയോ നല്ലപോലെ? ഇല്ലല്ലേ? പക്ഷെ ഈ ഉമ്മമാര് ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ 22 എല്ലുകൾ ഒരുമിച്ച് പൊട്ടുന്ന വേദന സഹിച്ചിട്ടാണ് നിങ്ങൾ ഓരോരുത്തർ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണിട്ടുള്ളത്. ആ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഇമ്മ അങ്ങക്ക് ഒന്നും അറിയൂല, അങ്ങക്ക് എന്നോട് സ്നേഹമില്ല, നിങ്ങളൊന്ന് പോയിക്കെന്ന് പറയുമ്പോ ആ ഇമ്മാന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. അത്രയും വേദന സഹിച്ച് ഈ ഭൂമിയിലേക്ക് നിങ്ങളെ ജനിപ്പിച്ച ആ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഉമ്മ നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങൾ അപ്ഡേറ്റഡ് അല്ല, നിങ്ങൾ ഓൾഡ് ജനറേഷൻ ആണ്, നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങളൊന്ന് പോയിക്കെന്ന് പറയുമ്പോ ആ ഉമ്മാന്റെ മനസ്സിൽ എന്താ ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കി. സഹിക്കാൻ കഴിയോ? നിങ്ങൾക്കാണെങ്കിൽ സഹിക്കാൻ കഴിയും. നിങ്ങൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ ആണല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് 100% നമ്മുടെ എഫേർട്ട് എടുത്ത് അവരത്രയും സ്നേഹിച്ചു കൊണ്ട് എടുക്കുന്ന സമയത്ത് അവരെ ഭാഗത്ത് നിന്ന് നമുക്ക് സഹിക്കാൻ പറ്റാതെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് പിന്നീട് സ്നേഹം ഉണ്ടാവോ? നമ്മളോട് തളർന്നു പോവില്ലടോ. പക്ഷെ ഉമ്മാരങ്ങനെ ആവുന്നുണ്ടോ? എന്നും രാവിലെ നിങ്ങളെ വായുള്ളതൊക്കെ കേട്ടിട്ടാണ് ഉമ്മാര് ജീവിച്ചു പോരുന്നത് അല്ലേ? എന്നിട്ട് അവർ നമ്മളെ സ്നേഹിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ലല്ലേ? അതാണ് കേട്ടോ ഉമ്മ എന്ന് പറയുന്നത്. എത്ര നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ എത്രയൊക്കെ ഉപദ്രവിച്ചാലും അതൊന്നും എൻ്റെ കുട്ടിയാണ്, എൻ്റെ കുട്ടിക്ക് ചിലപ്പോൾ തെറ്റു പറ്റിയതാവും, ഓളെ അറിവില്ലായ്മ കൊണ്ടാണ് അല്ലെങ്കിൽ ഓൻ്റെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് ക്ഷമിച്ചിട്ട് എന്ത് ചെയ്യാണ്? നമ്മളെ സ്നേഹിക്കുന്നില്ലേ നമ്മൾ ഉമ്മമാര്? അപ്പൊ ഭൂമിയിലേക്ക് പ്രസവിച്ചില്ലേ, എല്ലാ വേദനയും സഹിച്ച്, അതായത് മരണത്തെ മുഖത്ത് കണ്ടിട്ട് ആ ഉമ്മ കുഞ്ഞിനെ ജന്മം നൽകുമ്പോൾ ആ കുഞ്ഞിന്റെ കരച്ചിലേക്ക് ഉമ്മാരെന്താ പറയണത്? തീർന്നു കിട്ടിയെന്നാണോ പറയാ? അൽഹംദുലില്ലാ എന്നാ പറയണതില്ലേ? പഠിച്ചോൻ എനിക്ക് ഇത്രയൊക്കെ വേദന സഹിച്ചാലും ഒരു പൊന്നു മോനെ അല്ലെങ്കിൽ ഒരു പൊന്നു മോളെ തന്നുള്ളതിന് സന്തോഷിക്കുക ചെയ്യുന്നത്. അവിടെ തീരുന്നുണ്ടോ ഉമ്മാന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? ഇല്ലല്ലേ? 2 വർഷം എന്ത് ചെയ്യാണ്? നമുക്ക് പാല് കൂട്ടുന്നില്ലേ? രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഉറക്കൊഴിച്ച് നമുക്ക് പാല് കൂട്ടുന്നത് ആരാ? നമ്മുടെ ഉമ്മമാരാണല്ലേ. എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവർ ഉറങ്ങാറുണ്ടോ? നമുക്ക് മരുന്ന് തന്നും പനി കുറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അസുഖം മാറിയിട്ടുണ്ടോ നോക്കിയിട്ട് അവരെന്ത് ചെയ്യാണ്? അടയെ മുഴുവൻ കഴിച്ചു കൂട്ടുന്നില്ലേ? നമുക്ക് വേണ്ടിയിട്ടല്ലോ അവർ ജീവിക്കുന്നത്. അപ്പൊ ആ ഉമ്മാനെ ഉപ്പാനെ സ്നേഹിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്, അതല്ലേ വേണ്ടത്? ഇപ്പൊ ഇതിൻ്റെ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഉമ്മയായിട്ട് ചെറിയ ഈ സൗന്ദര്യപ്പണക്കങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ഉമ്മമാനോട് പോയിട്ട് പരാതി പറയും, ഉമ്മ എന്നോട് ഇങ്ങനെ ചെയ്തിട്ടോ, ഉമ്മ എന്നോട് അങ്ങനെ ചെയ്തിട്ടോ. അന്ന് ഉമ്മമ്മ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ഉമ്മ ആവുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുള്ളൂ എന്ന്. അതായത് ഞാൻ ഒരു ഉമ്മയാവുമ്പോഴാണ് എനിക്ക് എൻ്റെ ഉമ്മാനെ തിരിച്ചറിയുള്ളൂ എന്ന്. ശരിയാണ്, അത് കാലം എന്നെ പഠിപ്പിച്ചു. ഞാൻ ഇന്ന് 4 വയസ്സുകാരൻ്റെ ഉമ്മയാണ്. ഇന്ന് ഞാൻ അറിയുന്നുണ്ട് എൻ്റെ ഉമ്മാനെ. ആ ലേബർ പെയിൻ സഹിച്ച് ലേബർ റൂമിൽ കിടക്കുന്ന സമയത്താണ് എനിക്ക് ആ ലേബർ പെയിൻ്റെ വേദന ആയിരുന്നില്ല, നേരെ തിരിച്ച് പഠിച്ചോനെ ഇത്ര വേദന സഹിച്ചിട്ടാണല്ലോ എൻ്റെ ഉമ്മ എന്നെയും പ്രസവിച്ചത്, എന്നിട്ടും ഞാൻ എൻ്റെ ഉമ്മയോട് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് സങ്കടം വന്നത്. അപ്പൊ ആ ഒരു ഗതികേട് നിങ്ങൾക്ക് വരരുത്. നമ്മളെ ഉമ്മാനെ എന്ത് ചെയ്യുക? മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക? സ്നേഹിക്കുക. പിന്നെ ബോയ്സിനൊക്കെ പ്രത്യേകിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഉമ്മാരെ അവിടെ തീരുന്നില്ല കേട്ടോ. നമ്മളുടെ സ്നേഹം എന്ന് പറഞ്ഞത് നമ്മളെ എന്നാണോ ജനിച്ച് ഈ ഭൂമിയിലേക്ക് വീഴുന്നത്, എപ്പോഴാണോ നമ്മൾ മരിക്കുന്നത്, അതുവരെ നമ്മുടെ ഉമ്മാരെ നമ്മളെ സ്നേഹിക്കുന്നില്ലേ? ഇപ്പൊ നിങ്ങളൊക്കെ പുറത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഉമ്മ വിളിക്കാറില്ലേ? എടാ അവിടെ എത്തിയോടാ. ഇപ്പൊ ഇവിടുന്ന് ജംഗ്ഷനിക്ക് പോണ ദൂരം ഉണ്ടാവുള്ളൂ, അപ്പോഴും വിളിക്കും, മോനെ ഈ അവിടെ എത്തിയോ ചോദിച്ച് വിളിക്കാറില്ലേ? അപ്പൊ നിങ്ങൾ എന്താ പറയും? ഉമ്മ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നതിന് നിങ്ങളിപ്പോ വിളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക, അപ്പൊ ഇത്രയും കുറച്ച് ദൂരത്തേക്ക് വന്നതിന് നിങ്ങളിപ്പോ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തുകൊണ്ട് അവർ വിളിക്കണ്? അവർക്ക് വേജാറായിട്ടാണ്. എൻ്റെ കുട്ടി ഇവിടുന്ന് പോയതാണ്, അവിടെ എത്തിയിട്ടില്ല എന്നുള്ള വേജാറോണ്ടാണ്. പിന്നെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ചോദിക്കും, ഫുഡ് കഴിച്ചോ മോനെ, ഫുഡ് കഴിച്ചോ ചോദിച്ചിട്ട് വിളിക്കും. അപ്പൊ നമ്മളെന്താ വിചാരിക്കുക? എവിടെയെങ്കിലും വന്നാൽ ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല, ഉമ്മ ഇപ്പോൾ വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ വിചാരിക്കാറില്ലേ? ഇല്ലേ? പക്ഷെ അവരവിടെ തിന്നിട്ടുണ്ടാവൂല. നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ അവർ കഴിക്കുള്ളൂ, എന്നാലും അവർക്ക് ഇറങ്ങുള്ളൂ. അതേപോലെ തന്നെ രാത്രി വീട്ടിലെത്താൻ ലേറ്റായി വിളിക്കും, മോനെ എപ്പോഴാ വരെ വീട്ടിക്ക് പോവാ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെന്താ വിചാരിക്കും? ഉമ്മാക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ, ഇന്ന സൗകര്യം കെടുത്താന്. അവര് ഉറങ്ങൂല, നിങ്ങളവിടെ എത്തണം, എത്തിയാലേ അവർക്ക് ഉറങ്ങാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് വല്ല സമാധാനം ഉണ്ടാവോ? അത്ര നമ്മളെ ഓരോ കാര്യങ്ങളും നമ്മളെ സ്നേഹിച്ച് നോക്കുന്നതാണ് ആര്? നമ്മുടെ ഉമ്മമാരല്ലേ. ഉമ്മമാര് മാത്രാണോ? ഉപ്പമാരെങ്ങനെ? എപ്പോഴും ഉമ്മാരെ സ്നേഹങ്ങൾ ഇങ്ങനെ എടുത്തു പറയുമ്പോൾ തഴയപ്പെട്ടു പോകുന്നതാണല്ലേ നമ്മുടെ ഉപ്പാര്.
തഴപ്പെട്ടു പോവാറില്ലേ? എപ്പോഴും ഉമ്മാര് ഇത്രയും പഠിക്കുമ്പോൾ ഉമ്മാടെ സ്നേഹം ത്യാഗമൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാൻ വിട്ടുപോകുന്ന ആരാണ്? നമ്മുടെ ഉപ്പമാരെ കുറിച്ചില്ലേ? നമ്മുടെ ഉമ്മമാര് 10 മാസം നമ്മളെ ഗർഭം ചുമക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കാലം മുഴുവൻ നമ്മളെ തലേ ചുമക്കുന്നവരാണ് നമ്മളെ ഉപ്പാര് അല്ലേ? നമ്മളെ ATM കൗണ്ടറല്ലേ ഇപ്പൊ 1000 ഇപ്പൊ 500 ഒന്ന് GPay ചെയ്യുമെന്ന് പറഞ്ഞിട്ടെങ്കിൽ ചെയ്തു തരാറില്ലേ? ചിലപ്പോ ആദ്യം ഒരു മുടന്ത ഞാൻ പറയും, എന്തിനാ എനിക്കിപ്പോ ഇത്ര പൈസ എന്നൊക്കെ ചോദിച്ചാലും ഒരു തരാറില്ലേ? ഒരു തരാറില്ലടാ, തരാറുണ്ടല്ലേ? ഒരു തരും. കാരണം ഓരോ അധ്വാനിക്കുന്നത് മുഴുവൻ ആർക്കും വേണ്ടിയിട്ടാ? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണല്ലേ? അവരുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. ഇപ്പൊ അങ്ങനെ ഒരു കോട്ട് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, സൂര്യന്റെ ചൂടും ഉപ്പാന്റെ ദേഷ്യവും നമ്മൾ സഹിക്കാൻ പഠിക്കണമെന്നാ. എന്തുകൊണ്ടാണെന്നറിയോ? സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ ഇരുട്ടിലാവും. ഉപ്പില്ലാതായിട്ടുണ്ടെങ്കിലോ നമ്മളെ ജീവിതം തന്നെ ഇരുട്ടിലാവും. നമ്മളിപ്പോ ഇതൊന്നും അറിയാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പണിയെടുക്കുന്ന രണ്ടാളുകളാണ്. ഒന്നാരാ? ഒന്ന് നമ്മുടെ ഉപ്പയാണ്, ഒന്ന് നമ്മുടെ ഉമ്മയാണ്. അവര് സഹിച്ച ത്യാഗം, അവര് നമ്മളെ സ്നേഹിക്കുന്നത്, അവര് കരഞ്ഞു തീർത്ത കണ്ണീര്, അവര് നമുക്ക് വേണ്ടി ചിരിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല മാന്യന്മാരായിട്ട് ഇവിടെ ഇരുത്തിയിട്ടുള്ളത് അല്ലേ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? എതിരഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? എതിരഭിപ്രായം ഇല്ലല്ലേ? അപ്പൊ അവരെ നമ്മളെ സ്നേഹിക്കണ്ടേ? ഇപ്പൊ സ്വാഭാവികമായിട്ടും ഉമ്മമാര്, പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ ചെറുതില് ഉപ്പമാരായിരിക്കും അവരുടെ ഹീറോസ്. പക്ഷെ കുറച്ച് വലുതായിട്ടുണ്ടെങ്കിൽ ഉപ്പമാരോട് സംസാരിക്കാൻ മടിയാണ്. ഉപ്പമാരോട് സംസാരിക്കാൻ മടിയുള്ളവരില്ലേ? എല്ലാത്തിനും ഒരു നടുവിൽ നിൽക്കുന്ന ഒരു മധ്യസ്ഥനായിരിക്കും ഉമ്മ. നിങ്ങളിന്ന് ഉപ്പാനോട് പറഞ്ഞു, നിങ്ങളൊന്നാ പൈസ ഒന്ന് മേടിച്ചു തരും പറഞ്ഞിട്ട് ഉപ്പാനോട് സംസാരിക്കാൻ മടിയില്ല നിങ്ങൾക്ക്? ഞാൻ ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ ഉത്തരം പറയുന്ന വേണ്ട, നിങ്ങൾ മനസ്സിലാലോചിച്ചാൽ മതി. നിങ്ങൾ ഉപ്പാനെ കെട്ടിപ്പിടിച്ച്, ഗേൾസിനോടല്ല, ഗേൾസ് സ്വാഭാവികമായിട്ട് ഉപ്പാനായിട്ട് ഒന്നും കൂടി അടുത്തതായിരിക്കും ബോയ്സിനോട്. നിങ്ങൾ ഉപ്പാനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തിട്ട് എത്ര ദിവസമായി, അല്ലെങ്കിൽ എത്ര വർഷങ്ങളായി, അല്ലെങ്കിൽ എത്ര മാസങ്ങളായി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ പ്രിയപ്പെട്ട ഉപ്പാണല്ലേ, നിങ്ങൾക്ക് ജന്മം തന്ന ആളാണ് അല്ലേ? ആ ഉപ്പാന്റെ മുഖത്ത് നോക്കി ഉപ്പാന്ന് വേണ്ടൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് എത്ര ദിവസമായി? ചിലപ്പോൾ കഴിഞ്ഞ പെരുന്നാളിനായിരിക്കും. പെരുന്നാളാകുമ്പോൾ നമുക്ക് ഒരു ഈദ്ഗാഹിനെ ഒരു തക്കബലല്ലാഹു പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട് അല്ലേ? അതിന്റെ ഇടയ്ക്ക് നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന, രാവെന്നോ പകലെന്നോ ഇല്ലാതെ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന, എനിക്കും എന്റെ കൂടപ്പിറപ്പുകൾക്കും വേണ്ടി അധ്വാനിക്കുന്ന ഉപ്പാനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് എത്ര? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ പറയണ്ട. അങ്ങനെ ഉപ്പാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ച മക്കളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടേക്കെയോ നിങ്ങളെ ഉപ്പാനെ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് അമീൻ ഖലീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റയിലൊക്കെ സ്റ്റോർ ചെയ്തുന്ന ആളാണ്. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, വീട്ടിലൊക്കെ പോയിട്ടൊന്ന് നോക്കിയേക്കാം. നല്ല കഥകളാണ്, ഒരു ജീവനുള്ള കഥകളാണ് അദ്ദേഹം എഴുതാറ്. അങ്ങനെ അമീൻ ഖലീലിന്റെ ഒരു കഥ ഞാൻ ഈ അടുത്ത് വായിച്ചു. ഒരു പ്രവാസിയായിരുന്ന ഒരു ഉപ്പാന്റെ മകളായതുകൊണ്ടാവാം എനിക്കതൊരു കഥയായിട്ടല്ല തോന്നി, യഥാർത്ഥ ജീവിതമായിട്ടാണ്. ആ കഥ എങ്ങനെയാണ്? ഒരു മകൻ എഴുതാണ്, ഉപ്പാനെ കുറിച്ചിട്ടുള്ള കഥയാണ്. ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്താണ് ഉപ്പാന്റെ വെളുത്ത പുറത്ത് ഒരു കറുത്ത തഴമ്പ് കാണുന്നത്. യഥാർത്ഥത്തിൽ ആ തഴമ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ചുമട്ട് തൊഴിലാളികളായിട്ടുള്ള ആളുകളുടെ പുറത്ത് കാണുന്ന തഴമ്പായിരുന്നു. പക്ഷേ 35 വർഷക്കാലം പ്രവാസ ലോകത്ത് വിലസി ജീവിച്ച, അതായത് വലിയൊരു ഷോപ്പൊക്കെ ഇട്ട് വിലസി ജീവിച്ച ആ ഉപ്പാന്റെ പുറത്ത് ആ തഴമ്പ് എങ്ങനെ വന്നെന്ന് മക്കൾ ആശ്ചര്യപ്പെടുകയാണ്. അവിടെ നല്ല സുഖമുള്ള ജീവിതത്തിനിടയ്ക്ക് മക്കളെയും ഭാര്യയും കൊണ്ടുപോകാത്തിൽ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നേ. ഉപ്പ അവിടെ എന്തെങ്കിലും കുരുത്തക്കേടുകൾ കാണിക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും മക്കളായി ഞങ്ങളെ കൊണ്ടുപോകാത്തതെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. ആ മകനെ പിന്നെ ഇങ്ങനെ എഴുതണം, മകനെ കണ്ണീരോണ്ട് എഴുതണം. അത് വായിച്ചിട്ടുണ്ടെങ്കിൽ പ്രവാസികളുള്ള ഉപ്പമാരുണ്ടെങ്കിൽ നമുക്കത് വായിച്ചു തീർക്കാൻ കഴിയൂല. എന്നിട്ട് ബാക്കി പറയാണ്, പെരുന്നാളിന്റെ സമയത്തൊക്കെ ഉപ്പ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തും, ഉപ്പാക്ക് സ്നേഹമില്ല എന്ന്. അപ്പൊ സ്നേഹമില്ലാത്ത പിതാവ് എന്ന് മുദ്ര കുത്തപ്പെട്ടപ്പോഴും ഉപ്പ ഒരിക്കലും അതിനെതിരായിട്ട് പറഞ്ഞിട്ടില്ല. ഉപ്പ എന്താ ചെയ്തത്? ഒരു ചിരിയിൽ ഒതുക്കുക ചെയ്തത്. അതുപോലെ തന്നെ കൂടെ കിടക്കുന്ന ഭാര്യയെ പോലും കാണിക്കാതെ ആ മനുഷ്യന് ആ തഴമ്പ് എങ്ങനെ കൊണ്ടു നടന്നെന്ന് മക്കൾ അത്ഭുതപ്പെടുകയാണ്. പിന്നെ ഫോണിനും അതുപോലെ തന്നെ ലക്ഷങ്ങൾ വില വരുന്ന കാറുകൾക്കും വേണ്ടിയിട്ട് പൈസകൾ ചെലവഴിക്കുമ്പോൾ ഉപ്പാക്ക് ഒരു പ്രാവശ്യം പറയായിരുന്നില്ലേ, നിങ്ങൾ ഈ ഒരു നേരത്തെ ദൂരത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത് ഞാൻ ഒരാഴ്ചക്കാലം മുഴുവൻ പ്രവാസ ലോകത്ത് കളഞ്ഞ വേർപ്പാണെന്ന്. പക്ഷെ ഉപ്പ പറഞ്ഞില്ല. ഉപ്പ അവിടെ ഒരു മാന്യന്റെ കുപ്പായം ഇട്ടിരുന്നു. അതുപോലെ തന്നെ ഉപ്പാനെ കുറ്റപ്പെടുത്തുമ്പോഴേയും ഉപ്പാക്കൊന്ന് ഊരി കാണിക്കായിരുന്നില്ല, ആ ഷർട്ട് ഊരി കാണിക്കായിരുന്നില്ലേ, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതിനുള്ള മറുപടി കാണട്ടെ എൻ്റെ പുറത്തുള്ള തഴമ്പ് എന്ന്. അവിടെ ഉപ്പാരെന്ത് ചെയ്തില്ല, അത് കാണിച്ചു കൊടുത്തില്ല.
അവസാനം ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ആ വെളുത്ത ശരീരത്തിലെ കറുത്ത തഴമ്പിലൂടെ വെള്ളം ഒഴിക്കുമ്പോൾ മക്കളെ മനസ്സിങ്ങനെ പശ്ചാത്താപം കൊണ്ട് ഒഴുകാണ്. അങ്ങനെ ഒഴുകിയിട്ട് കാര്യമുണ്ടോ? ജീവിച്ചിരിക്കുമ്പോൾ അവരെ സ്നേഹിക്കാതെ, അവർക്ക് പരിഗണന നൽകാതെ അവസാനം അവർ മരണപ്പെട്ടു പോകുമ്പോൾ എത്ര അവരോട് പശ്ചാത്തപിച്ചിട്ട് കാര്യമുണ്ടോ മക്കളെ? അതവർക്ക് അനുഭവിക്കാൻ കഴിയോ? നമ്മൾ ഓരോന്നിന് പ്രവാസ ലോകത്തുള്ള ഉപ്പാരുണ്ടാകുമ്പോൾ ഇങ്ങനെ വിളിക്കൂലേ, ഇപ്പൊ എനിക്ക് ഇത് എനിക്കത് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വിളിക്കൂലേ. അവരവിടെ ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ടായിരിക്കും നമുക്കുള്ള പൈസ ഇങ്ങോട്ട് അയച്ചു തരുന്നത്. നമുക്ക് വല്ല വിലയുണ്ടോ? നിങ്ങളൊന്ന് അധ്വാനിച്ച് നോക്കണം, നിങ്ങളൊന്ന് പണിയെടുത്ത് നോക്കണം, അപ്പോഴേ നമുക്ക് ആ പണത്തിന്റെ വില അറിയുള്ളൂ. ഇപ്പൊ എനിക്കറിയുന്ന ഒരുപാട് ആളുകളുണ്ട്, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്, ഫ്രണ്ട്സുകൾ ഉപ്പാരൊക്കെ ഉണ്ട്. സ്വന്തം മക്കളുടെ കല്യാണത്തിന് പോലും നാട്ടിൽ വരാതെ ഒരു വലിയനെ ഏൽപ്പിച്ച് അന്ന് ജോലി എടുത്ത ആ പൈസ കൂടി എൻ്റെ മോളുടെ കല്യാണത്തിന് എത്തിക്കാലോ എന്ന് വിചാരിച്ച് അവിടെ കഷ്ടപ്പെടുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, ഇല്ലേ? എത്രയോ ഉപ്പമാരുണ്ട്. അന്നത്തെ സാലറി പോലും എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കല്യാണം വളരെ മനോഹരമാക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഉപ്പാന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായ മക്കളുടെ കല്യാണം അടക്കം അന്ന് ദിവസം അവിടെ ഡ്യൂട്ടിക്ക് കയറുന്ന എത്രയോ ഉപ്പമാരുണ്ട്, ഇല്ലേ? നിങ്ങൾക്കറിയുന്ന എത്രയോ ഉപ്പമാരില്ലേ? അവരവിടെ കഷ്ടപ്പെട്ട് വിയർപ്പൊഴിക്കുമ്പോൾ നമ്മൾ ഇവിടെ എന്താണ് അടിച്ചു പൊളിച്ച് കല്യാണങ്ങളൊക്കെ. ഇപ്പോഴത്തെ കല്യാണങ്ങളുടെ അവസ്ഥ പ്രത്യേകിച്ച് നമ്മളെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് ഒരുപാട് ദൂർത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നതല്ലേ, 4-5 തരം വിവാഹങ്ങളൊക്കെ. ഇതിനൊക്കെ എവിടുന്നാടോ പൈസ? ഇതിനൊക്കെ എവിടുന്നാണ് സമ്പത്ത്? അവിടെ ഒഴുക്കുന്ന വേർപ്പാണ് ഇവിടെ നമ്മൾ ദൂർത്തടിച്ച് തീർക്കുന്നത്. നിങ്ങളൊക്കെ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഒരു ദിവസം അവിടെ പോയിട്ട് ഉപ്പാന്റെ ജീവിതം ഒന്ന് കണ്ടാൽ മതി. പിന്നെ പൈസ ചെലവഴിക്കുമ്പോൾ നമുക്ക് വേദന ഇരിക്കും, പേടിയിരിക്കും. കാരണം എൻ്റെ ഉപ്പാന്റെ ജീവിതത്തിലെ നല്ലൊരു കാലം മുഴുവൻ അവിടെ എന്ത് ചെയ്യാണ്, ചെലവാക്കിയിട്ടാണ് ഞാൻ എന്ന വ്യക്തി ഇന്നിവിടെ ഉയർന്നു നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലേ, ആസ് എ കപ്പിൾ ഇപ്പോൾ നമ്മളൊക്കെ നല്ലൊരു ഏജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞ ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ ഏറ്റവും നല്ലൊരു ഏജ് എന്ന് പറയുന്നത് നമ്മുടെ അഡോളസെൻസ്, അതായത് കൗമാരം മുതൽ യൗവനം വരെയുള്ള പ്രായമാണല്ലേ. ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടൂല. പക്ഷെ നമ്മളെ നല്ലതിന് വേണ്ടിയിട്ട്, നമ്മളെ ഭാവിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ലൈഫ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാരൻസ് എന്താണ്, ഉമ്മ എന്താണ് ത്യാഗം ചെയ്യാണ്. ഹസ്ബൻഡ് അടുത്ത് വേണ്ട സമയം ഉമ്മ എന്താണ് ഉപ്പാനെ പ്രവാസ ലോകത്തേക്ക് അയക്കുകയാണ്. ഉപ്പ പ്രവാസ മണ്ണിലേക്ക് എന്തിനാ പോകുന്നത്? നമുക്ക് വേണ്ടിയിട്ടാണല്ലേ. അപ്പൊ അവരെ ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ എന്ത് ചെയ്യാണ്, അവിടെ സ്പോയിൽ ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളെ വിവാഹം ചെയ്യണം. വിവാഹം ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു കാലം മൊത്തം ആ മരുഭൂമിയിൽ അവിടെ ഉപേക്ഷിക്കുകയാണ്. വെറുതെയാണോ ത്യാഗം ചെയ്യുന്നത്? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് അവിടെ ത്യാഗം ചെയ്യുന്നതില്ലേ. പിന്നെ എപ്പോഴാണ് തിരിച്ചു വരിക? ആ നല്ല കാലങ്ങളൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒരുപാട് അസുഖങ്ങളും ആ മണലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് അസുഖങ്ങളൊക്കെ ആയിട്ടും നാട്ടിലേക്ക് തിരിച്ചു വരിക. അപ്പൊ നമുക്കൊക്കെ വേണ്ടാത്ത ആളായി മാറിയിട്ടുണ്ടാവും നമ്മുടെ ഉപ്പ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളായാലും അതെ, നമ്മുടെ ഉപ്പാനെ ആഗ്രഹിക്കുന്ന ഒരു സമയം ഉണ്ടല്ലേ. പക്ഷെ അതൊക്കെ ഇതാക്കിയിട്ട് ചിലപ്പോൾ പ്രസവിച്ച കുഞ്ഞിനെ, സ്വന്തം കുഞ്ഞിനെ 4-5 വയസ്സാകുമ്പോൾ മാത്രം കാണുന്ന ഉപ്പാരില്ലേ? നിങ്ങൾ റീൽസിലൊക്കെ കാണാറില്ലേ? ഇങ്ങനെ വരുന്ന വീഡിയോസും കുട്ടിനെ കാണുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണാറില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ മനുഷ്യന്റെ ഉള്ളിലുള്ള സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം കുഞ്ഞിനെ പോലും, കുഞ്ഞിന് 5-6 വയസ്സുള്ളപ്പോൾ, ജന്മം നൽകിയ കുഞ്ഞിനെ പോലും 5-6 വയസ്സുള്ളപ്പോഴാണ് ഉപ്പ കാണുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ആ കുഞ്ഞിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാ, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാനാ, നല്ല വസ്ത്രം കൊടുക്കാനാ, അല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഉമ്മമാരും ഉപ്പമാരും ഉണ്ടല്ലേ. അവര് നമ്മൾ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ജീവിതത്തിൽ വല്ല വിജയം ഉണ്ടാവോ? വിജയം ഉണ്ടാവോ? ഉമ്മാന്റെ അല്ലെങ്കിൽ ഉപ്പാന്റെ കണ്ണീര് ഭൂമിയിൽ വീണിട്ടുണ്ടെങ്കിൽ പൊന്നു മക്കളെ, നമ്മൾ നാളെ പഠിച്ചവനോട് മറുപടി പറയേണ്ടി വരും. അത് അവിടെ മാത്രല്ല, ഇവിടെയും പഠിച്ചവൻ നമ്മളെ കൊണ്ട് മറുപടി പറയിപ്പിച്ചിരിക്കും. ഇപ്പൊ ഒരു മക്കളുടെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് അവരുടെ ഉമ്മയും ഉപ്പയുള്ള കാലഘട്ടമാണ്. ഉമ്മയും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം, ആ ലോകം തന്നെ അവസാനിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഈ യത്തീംഖാനയിലൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ തിരൂരങ്ങാടിക്കാരിയാണ്, ഞങ്ങളവിടെ ഒരു യത്തീംഖാന ഉണ്ട്. അതേപോലെ തന്നെ ശാന്തി ഭവൻ ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ അവിടെ എന്ത് ചെയ്യണം, ഒന്ന് സന്ദർശിക്കണം കേട്ടോ. ഉമ്മന്റെ ചൂടറിയാത്ത, ഉമ്മാന്റെ മുലപ്പാലിന്റെ മധുരം അറിയാത്ത എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് അവിടെ. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന നല്ല വസ്ത്രങ്ങളില്ലാതെ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആഡംബര ഫോണുകളില്ലാതെ, ഒന്നുമില്ലാതെ, ഉമ്മാന്നോ ഉപ്പാന്നോ വിളിക്കാൻ പോലും ഒരാൾ പോലും ഇല്ലാത്ത എത്രയോ കുഞ്ഞുങ്ങളുണ്ട് അവിടെ. അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര അൽഹംദുലില്ലാ പറഞ്ഞാലും മതിയാവോ? നമുക്ക് ചീത്ത പറയാനെങ്കിലും ഒരാളില്ലടോ വീട്ടിലവിടെ. ഉപ്പൊന്ന് വിളിച്ചെങ്കിൽ അല്ലെങ്കിൽ ഉമ്മൊന്ന് വിളിച്ചെങ്കിൽ, ഉപ്പ കോളിങ് ഉമ്മ കോളിങ് എന്നൊന്ന് ഫോണിൽ കണ്ടെങ്കിൽ അത്രയും സന്തോഷം എന്ന് വിചാരിക്കുന്ന എത്രയോ മക്കളുണ്ടല്ലേ, ഇല്ലേ?
ഒരുപാട് മക്കളുണ്ട്. അപ്പൊ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അനുഗ്രഹപ്പെട്ടവരാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എത്ര പറഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വീട്ടാൻ കഴിയില്ല. അത്രയും വലിയ അനുഗ്രഹമാണ് നമ്മളുടെ ഉമ്മ ഉപ്പ എന്ന് പറയുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, ഇപ്പൊ നമ്മൾ പറയുന്ന നമ്മുടെ ഈ ബെസ്റ്റി അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, അവരൊന്നും കൂടെ നിന്നിട്ടില്ലെങ്കിലും ഇന്റെ മോന്റെ കൂടെ അല്ലെങ്കിൽ ഇന്റെ മോളെ കൂടെ നിൽക്കാൻ ആരുണ്ട്? നമ്മുടെ ഉമ്മ ഇപ്പ ഉണ്ടാവും. വേറെ ആരെങ്കിലും നിൽക്കാൻ കഴിയുമോ? അത്ര ആത്മാർത്ഥമായിട്ട് നിൽക്കാൻ പറ്റുമോ? അത്രയും അൺകണ്ടീഷണലായിട്ട് നമ്മൾ സ്നേഹിക്കാൻ ആർക്കേ കഴിയുള്ളൂ? നമ്മുടെ പാരൻസിന് മാത്രമേ കഴിയുള്ളൂ, വേറെ ഒരാൾക്കും കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി നമ്മൾ ഒഴിവാക്കാൻ നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ പല റിലേഷൻഷിപ്പ് ഉണ്ടാവും. പക്ഷെ എത്രയൊക്കെ നമ്മളെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നാലും, നമ്മളെ ഭാഗത്ത് നിന്ന് എന്ത് കുറവുകൾ വന്നാലും ഇന്റെ മോനാണ് അല്ലെങ്കിൽ ഇന്റെ മോളാണെന്ന് പറഞ്ഞ് നമ്മൾ അൺകണ്ടീഷണലി സ്നേഹിക്കാൻ നമ്മുടെ പാരൻസിനെ കഴിയുള്ളൂ, വേറെ ഒരാൾക്കും അതിന് കഴിയൂല. അപ്പൊ അവരെന്ത് ചെയ്യാ? മാക്സിമം നമ്മൾ സ്നേഹിക്കുക വേണ്ടത് അല്ലേ? അവർ മാക്സിമം നമ്മൾ സ്നേഹിക്കണ്ടേ? അവരെ സങ്കടപ്പെടുത്താൻ പാടുണ്ടോ? പക്ഷെ ഒരു സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും ഓരോ വില ഒന്നും മനസ്സിലായിട്ടില്ല. പിന്നെ നമുക്കൊരു കാര്യം അറിയാം, എത്രയൊക്കെ പറഞ്ഞാലും ഓരോ നമ്മളെ വിട്ടു പോവില്ല എന്നുള്ളത് അല്ലേ? ഉറപ്പില്ലേ? ഇപ്പോൾ അടുത്ത് കുറച്ച് മുന്നേ നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, ഒരു മകന് സ്വത്തിന് വേണ്ടിയിട്ട് ഉമ്മാനെ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് കുന്തിട്ടു. ഉമ്മ മരണപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉമ്മാന്റെ സ്വത്ത് എന്ത് ചെയ്യും? മകന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആ മകൻ എന്ത് ചെയ്യാണ്? ഉമ്മാനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് പാലത്തിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് തള്ളിയിടുകയാണ്. പക്ഷെ അള്ളാഹുവിന്റെ ഒരു കാരുണ്യത്താല് ഏതൊക്കെ മത്സ്യത്തൊഴിലാളികളെ കൂടിയിട്ട് ആ ഉമ്മാനെ രക്ഷപ്പെടുത്തി. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മകനെയും ഹാജരാക്കി. പോലീസ് ആ ഉമ്മാനോട് ചോദിച്ചു, എന്താ ഉമ്മങ്ങളെ മോനെ ചെയ്യണ്ടേന്ന്. ആ ഉമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട്, എൻ്റെ മോനാ സാറേ, ഓനക്ക് എന്തോ ഒരു ചെറിയ തെറ്റു പറ്റിയതാ, അറിവില്ലായ്മ കൊണ്ടാണ്, നിങ്ങൾ ഓനെ വെറുതെ വിടിയെന്ന്. സ്വന്തം ജീവൻ പോലും മകനെ ആപത്തിലാക്കിയിട്ട് പോലും ആ ഉമ്മ എന്താ പറഞ്ഞത്? എൻ്റെ മോനാണ്, ഓൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്, ഓനെ വെറുതെ വിടാനാ പറഞ്ഞത്. അതാണ് നമ്മുടെ ഉമ്മ, അതാണ് നമ്മുടെ ഉപ്പ. അവരെ സങ്കടപ്പെടുത്തണോ? സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിച്ചിട്ടേ പോവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥ ഉണ്ട്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ജുറൈജ് എന്നാണ് ആളുടെ പേര്. അയാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദീനി ഭക്തനായിട്ടുള്ള ഒരാളാണ്. അപ്പൊ മലന്റെ മുകളിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യും? അള്ളാഹുവിനോട് എപ്പോഴും ഇങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജുറൈജ് സുന്നത്ത് നിസ്കാരം നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ ഉമ്മ മലന്റെ താഴെ നിന്ന് വിളിക്കുകയാണ്, ജുറൈജ് എന്ന് വിളിച്ചു. ആദ്യത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ വിളി കേട്ടില്ല. രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചു, മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചു. 3 പ്രാവശ്യം വിളി കേൾക്കാത്ത സമയത്ത് ഉമ്മ പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ എൻ്റെ ഈ വേദന എൻ്റെ മോനെ അറിയിക്കാതെ ഓനെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകരുതേന്ന്. എന്താ ചെയ്തിരുന്നത്? അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുകയാണല്ലേ. അതിൻ്റെ ഇടയിൽ ഉമ്മ വിളിച്ചപ്പോൾ വിളി കേൾക്കാത്തതിനാണ് ഉമ്മ പ്രാർത്ഥിച്ചിരുന്നത്, എൻ്റെ ഈ വേദന ഓനെ അറിയിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഓനെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുവരുതെന്ന്. പടച്ചോൻ അപ്പൊ തന്നെ ഭൂമിയിൽ എന്ത് ചെയ്ത് ഓനക്ക് ഉമ്മാന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയില്ലേ. ജുറൈജിന്റെ അടുത്തേക്ക് ആ നാട്ടിലുള്ള കുറച്ച് ആളുകൾ ഒരു വ്യഭിചാരിയായ സ്ത്രീയെ പറഞ്ഞയക്കുകയാണ്. പക്ഷെ ആ വ്യഭിചാരിയായ സ്ത്രീ വേറെ ഏതോ ഒരു ആട്ടിടയന്റെ കൂടെ കിടന്നിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടായി. എന്നിട്ട് ആ ഒരു കുറ്റം ജുറൈജിന്റെ മേല് കെട്ടി ചമക്കുകയാണ്. അങ്ങനെ നാട്ടിൽ നിന്ന് ഓടിക്കപ്പെട്ട് അതേപോലെ തന്നെ ഒരുപാട് കുറ്റങ്ങൾ അയാളെ മേലെ ചുമത്തപ്പെട്ട് അങ്ങനെ അത്രയും സങ്കടപ്പെട്ടിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ആളാണല്ലേ. പക്ഷെ ആ ഉമ്മാന്റെ പ്രാർത്ഥന കൊണ്ട് എന്ത് ചെയ്യാണ്? പടച്ചോൻ അവിടെ എന്ത് ചെയ്യാണ്? അയാളെ ശിക്ഷിക്കുകയാണ്. അപ്പൊ ജുറൈജ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇപ്പൊ ഞാൻ അറിയുന്നു എൻ്റെ ഉമ്മാന്റെ വേദന എന്ന്. ജുറൈജ് എന്ത് തെറ്റാ ചെയ്തേ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഇടയിൽ ആ ഉമ്മാന്റെ വിളി കേട്ടില്ല എന്നുള്ളത് അല്ലേ. ഇബാദത്ത് ചെയ്യുന്ന ഇടയിലാണ് വിളിച്ചതില്ലേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇബാദത്ത് അവിടെ കിടക്കട്ടെ, അതിനൊന്നും ഇപ്പോൾ ഇവിടെ പ്രസക്തി ഇല്ല. നമ്മൾ ഉമ്മാരുടെ ഉമ്മ വിളിക്കുമ്പോൾ നമ്മൾ ഉത്തരം പറയാറുണ്ടോ? ഉത്തരം പറയല് പോട്ടെ, ഉമ്മാനെ നമ്മൾ സങ്കടപ്പെടുത്താറില്ലേ? ഉമ്മ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അവരെത്രത്തോളം നമ്മൾ സങ്കടപ്പെടുത്താറില്ലേ? അപ്പൊ ആ ഉമ്മ അല്ലെങ്കിൽ ആ ഉപ്പ ഒരു കണ്ണീര് ഭൂമിയിൽ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കെതിരെ അവരൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ, നമ്മളെ ജീവിതം അവിടെ അവസാനിക്കും. ഈ ഭൂമിയിൽ നമുക്കൊരു ശാശ്വത ഉണ്ടാവൂല. കാരണം ഓരോ ഉമ്മാന്റെ ഉപ്പാന്റെ സങ്കടപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞത് അള്ളാഹു സ്വീകരിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ നമ്മുടെ ഉമ്മാനെയോ ഉപ്പാനെയോ സങ്കടപ്പെടുത്തരുത്. സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്, ജീവിതത്തിൽ ഒരു ശാശ്വതം ഉണ്ടാവൂല. ഇപ്പൊ നമുക്കറിയാലേ, ഇപ്പൊ നമ്മൾ 2K ജനറേഷനാണ്, ടെക്നോളജിന്റെ വേൾഡിൽ ജീവിക്കുന്ന ആളുകളാണ്. നമുക്കറിയാത്ത ഒന്നുമില്ല, AI കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളാണല്ലേ. പക്ഷെ നമ്മുടെ ഉമ്മമാർ അങ്ങനെയാണോ? അവർക്ക് ചിലപ്പോൾ എഡ്യൂക്കേഷൻ ഉണ്ടാവൂല, നമ്മൾ ടെക്നോളജിയെ കുറിച്ച് വല്ല ഐഡിയയും കാര്യങ്ങളൊന്നും ഉണ്ടാവൂല. ആൾക്കാരുടെ ഇടയ്ക്ക് നമുക്ക് കൊണ്ടുപോകാൻ മടിയാണില്ലേ? ഇല്ലേ? അങ്ങനെയല്ലേ?
ഒന്നും അറിയണമല്ലോ. നമ്മൾ പറയും ഉമ്മാക്കൊന്നും അറിയില്ല, ഉമ്മാക്കൊന്നും അറിയില്ല പറയുന്നെങ്കിലും ഈ ഉമ്മമാരാണ്. അപ്പൊ അവരുടെ അറിവില്ലായ്മയെ നമ്മൾ മുതലെടുക്കാതെ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടതില്ലേ? അവരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടത്. നമുക്ക് അറിയാത്തത് ഓരോന്നും പറഞ്ഞു എന്താരാ? നമ്മൾ ആദ്യത്തെ അധ്യാപിക ആരാ? നമ്മുടെ ഉമ്മയല്ലേ. നമുക്ക് ഭാഷയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നതും നമുക്ക് എന്തൊക്കെ നമ്മൾ പായി തീർന്നിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ പിന്നിൽ പ്രാർത്ഥിച്ചതും നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മുടെ ഉമ്മയാണല്ലേ. അപ്പൊ അവർക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അല്ലാതെ അവരുടെ അറിവില്ലായ്മയെ മുതലെടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. ഇപ്പൊ നമ്മുടെ ചുറ്റുപാട് തന്നെ ജീവിച്ചിരിക്കുന്ന ലിവിങ് എക്സാമ്പിൾസ് ഇല്ലേ? ഇപ്പൊ ഞാനൊരു അനുഭവം പറയാം. എൻ്റെ ഫ്രണ്ട് പങ്കുവെച്ചൊരു അനുഭവമാണ്. ഒരു ഉമ്മാക്കും ഉപ്പാക്കും എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഒരു മോളുണ്ടാവുന്നത്. ഒരുപാട് കാലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തിട്ട് ഒരു മോളുണ്ടാവുകയാണ്. ഉപ്പ പ്രവാസിയാണ്. അങ്ങനെ ഉമ്മയും മകളും മാത്രം ആ വലിയ വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാലേ, ഒരു അഡോളസൻസ് ഏജ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്പോസിറ്റ് സെക്സിനോട് എന്ത് ചെയ്യും? ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നും. അതെന്താണ്? നമ്മളെ പ്രായത്തിന്റെ ഒരു പ്രശ്നമാണല്ലേ. പക്ഷെ അത് മനസ്സിലാക്കാതെ അത് ഓവറായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചോടുത്ത് നിൽക്കില്ല. അങ്ങനെ ഈ കുട്ടിക്ക് എന്ത് ചെയ്ത്? ഒരാളോട് ഇഷ്ടം തോന്നി, അവരുടെ റിലേഷൻഷിപ്പായി. പിന്നെ അതെന്ത് ചെയ്തു? വളർന്ന് പല പല ബന്ധങ്ങളിലേക്ക് എത്തി. അങ്ങനെ ഇവർക്ക് പരസ്പരം കാണാതിരിക്കാൻ പറ്റാതായി. അപ്പോൾ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആരുണ്ട്? ഉമ്മ ഉണ്ട് അല്ലേ. ഉമ്മാര് സമ്മതിക്കോ? ഉമ്മാക്കാണെങ്കിൽ ഇപ്പൊ കുറെ കാലത്തിന് ശേഷം ഉണ്ടായ കുട്ടിയാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കര ഉണ്ട്. അപ്പൊ ഈ കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങളൊന്നും അവരുടെ ഉമ്മാക്ക് അറിയണമെന്നില്ല. അങ്ങനെ ഉമ്മാന്റെ അറിവില്ലായ്മ അവൾ മുതലെടുത്തു. ഫോണോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാനും ഉമ്മാക്ക് അറിയില്ല. അപ്പൊ അതിലൂടെ എന്ത് ചെയ്ത്? അവളും അവനുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ എത്തി. പക്ഷെ അതും മതിയായിരുന്നില്ല, അവൾക്ക് അവന് വീട്ടിലേക്ക് എത്തിക്കണം. അപ്പൊ അവൾ എന്താ ചെയ്തതെന്നറിയോ? ഉമ്മ രാത്രി കൊടുക്കുന്ന പാലിൽ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഉറക്ക ഗുളിക കലർത്തി കൊടുക്കാൻ തുടങ്ങി ഉമ്മാക്ക്. അപ്പൊ ഉമ്മ എന്ത് ചെയ്യും? പാവം അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും? ഉറങ്ങിപ്പോവൂലേ. അങ്ങനെ ഉമ്മ എന്നും എന്ത് ചെയ്യാണ്? ഉറങ്ങിപ്പോവാണ്. അപ്പൊ ഉമ്മ ഇടയ്ക്ക് മോളോട് പറയും, എടി എനിക്കിപ്പോ രാത്രി എപ്പോഴും ഭയങ്കര ഉറക്കാണ്, എന്തോ അസുഖം ഉണ്ട് തോന്നുന്നു എന്നൊക്കെ പറയണം. ആ പാവം ഉമ്മക്ക് അറിയോ? സ്വന്തം മോള് കലക്കി കൊടുത്തിട്ടുള്ള ഉറക്ക ഗുളിക കുടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നതെന്ന് ആ ഉമ്മാക്ക് മനസ്സിലായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷെ സ്വന്തം ഉമ്മാര് എത്തായാലും മക്കളെ സംശയിക്കൂലല്ലേ. അവർക്ക് എന്ന് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാലേ പറയല്. ഉമ്മ ആളെ വിശ്വസിച്ചു. പക്ഷെ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നമ്മൾ പറയാറില്ലേ. എന്നും ഈ മതിൽ ചാടി വരുന്ന ആളിനെ ഒരു ദിവസം നാട്ടുകാരെ കൂടി പിടിക്കുകയാണ്. നാട്ടുകാർ പിടിച്ചപ്പോഴാണ് ഈ സത്യം മൊത്തം ആരറിയുന്നത്? ഒരു വീട്ടുകാരെ അറിയുന്നത്. ഉമ്മയും ഉപ്പയൊക്കെ പറഞ്ഞു, മോളെ ഈ ഒരു ബന്ധം വേണ്ട, ഒരുപാട് പറഞ്ഞു നോക്കി. പക്ഷെ ഓള് സമ്മതിച്ചില്ല. ഓനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഡയലോഗാണല്ലേ, ഓനെ ഞാൻ കെട്ടുള്ളൂ, ഓനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. പൊന്നെ തേനേന്ന് വളർത്തി വലുതാക്കി ആകെ ഒന്നേ ഉള്ളൂ, അതിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് വിചാരിച്ച് അവന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ചപ്പോൾ ഭയങ്കര മോശമാണ്. ഉമ്മയും ഉപ്പയും കുടുംബക്കാരും കൗൺസിലേഴ്സും എല്ലാവരും പറഞ്ഞു നോക്കി. ഓളൊറ്റ കാലുമ്പോൾ നിന്ന് ഓനെ കെട്ടേ ഞാൻ ചെയ്യുള്ളൂ, ഓനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു. അവസാനം അവളെ വാശിക്ക് എന്ത് ചെയ്ത്? ഓനെ കൊണ്ട് കല്യാണം കഴിച്ചു. കല്യാണത്തിന്റെ 1-2 മാസം ഭയങ്കര ആ ഒരു അട്രാക്ഷനിലൊക്കെ പോലെ റൊമാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് 2 മാസം എന്തായിരുന്നു? ഭയങ്കര അടിപൊളിയായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത്? യഥാർത്ഥ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഓൾ അറിഞ്ഞ് എൻ്റെ ഉമ്മ ഒഴുക്കിയ കണ്ണീര് അല്ലെങ്കിൽ എൻ്റെ ഉപ്പ ഒഴുക്കിയ കണ്ണീരുള്ളതാണ് ഞാൻ അനുഭവിക്കുന്നത്. ഓന് കള്ളും കഞ്ചാവും അടിച്ചെന്നോളെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇന്നോള് ജീവിക്കുകയാണ്, നരകിച്ച് ജീവിക്കുകയാണ്. എങ്ങനെ ജീവിക്കേണ്ട കുട്ടിയായിരുന്നു? ഇന്നെന്ത് ചെയ്യാണ്? അവന്റെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടാണ്. അവന്റെ അടിയും തൊടിയൊക്കെ കൊണ്ടിട്ട് എന്ത് ചെയ്യാണ്? ഓള് ജീവിക്കുകയാണ്. അങ്ങനെ എത്രയോ ലിവിങ് എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട്. ഉമ്മാന്റെ ഉപ്പാന്റെ കണ്ണീര് നമ്മൾ കാണിച്ചോ? നമുക്കൊരിക്കലും ജീവിതത്തിൽ വിജയം ഉണ്ടാവൂല. എല്ലാവരും ഒന്ന് എണീറ്റിക്കോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ കണ്ണടിച്ചിട്ട് അത് എന്ത് ചെയ്യണം? ഇമാജിൻ ചെയ്യണം. റെഡി ആണോ? ആർ യു റെഡി? ഒന്ന് ഉഷാറായി പറ. ആർ യു റെഡി? അല്ല, ഇത്ര നേരം ഞാനല്ലേ ഇവിടെ ഇട്ട് വായിട്ടലിച്ച്, നിങ്ങളല്ലല്ലോ. അപ്പൊ ഒന്ന് ഉഷാറായി പറഞ്ഞ. ആർ യു റെഡി? ഇത്ര സൗണ്ടേ ഉള്ളൂ. ഒന്ന് ഉഷാറായി പറഞ്ഞ. ആർ യു റെഡി? ഓക്കെ, ഞാൻ എന്ത് ചെയ്യാ? കണ്ണടക്കാൻ പറഞ്ഞ കണ്ണടക്കണം. പിന്നെ നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നോക്കേണ്ട, ഞാൻ പറഞ്ഞതിൽ മാത്രം എന്ത് ചെയ്യാ? കോൺസെൻട്രേറ്റ് ചെയ്യാട്ടോ. ഓക്കെ, ready? 1 2 3 start. Close your eyes. Breathe in, breathe out, breathe in, breathe out, breathe in, breathe out. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. വേറെ ഒന്നും നിങ്ങളെ ചിന്തിക്കണ്ട.
നിങ്ങൾ ഇവിടെ ഉള്ളത് കാര്യങ്ങളൊന്നും നിങ്ങളെ ശ്രദ്ധ പോകണ്ട. ഹൈസക്കൊക്കെ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വീട്ടിലോട്ട് പോവാണ്. 4 മണി ആയിട്ടുണ്ട്. 4 മണിക്കത്തെ ഹൈസൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളും ഒക്കെ കേട്ടിട്ട് തിരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. ഏകദേശം നമ്മുടെ വീടിന്റെ വഴി എത്തിയപ്പോൾ തന്നെ അവിടെ ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാവരും നിങ്ങളെ എന്ത് ചെയ്യാണ്, ഒരു സഹതാപത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. പക്ഷെ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ നിങ്ങൾ മെല്ലെ മെല്ലെ നിങ്ങളെ വീടിന്റെ ഫ്രണ്ടിലെത്തുകയാണ്. വീടിന്റെ ഫ്രണ്ടിൽ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്, പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അവരൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് നിങ്ങൾ വീടിന്റെ സിറ്റ് ഔട്ടിലോട്ട് കയറുകയാണ്. സിറ്റ് ഔട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നിങ്ങളുടെ അമ്മായിമാര്, അമ്മാവന്മാര്, മൂത്താപ്പാര് എല്ലാവരും ഇരുന്ന് കരയുന്നുണ്ട്. അവർ നിങ്ങളെ കണ്ടപ്പോൾ അവരെ കരച്ചിൽ എന്തായി, തേങ്ങലായി മാറി. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാണ്, നേരെ ഹാളിലോട്ട് പ്രവേശിക്കുകയാണ്. ഹാളിലേക്ക് പോയപ്പോ അവിടെ ടേബിൾ ഇട്ടിരുന്ന സ്ഥലം മാറ്റിയിട്ട് പകരം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കട്ടിലിട്ടിട്ടുണ്ട്. ആ കട്ടില് വെള്ള പുതപ്പിച്ച് രാവിലെ നിങ്ങളെ യാത്രയാക്കിയ, ഈ ഹൈസെക്കിന് വരുമ്പോ നിങ്ങളെ യാത്രയാക്കിയ ഉമ്മ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ള പുതച്ച് കിടക്കുന്നുണ്ട്. അത് കണ്ടു നിൽക്കാനേ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഉമ്മാന്റെ മയ്യത്താണ് അവിടെ കട്ടില് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്കത് താങ്ങാൻ കഴിയാതെ നിങ്ങൾ അവിടെ ഇരുന്ന് പോവാണ്. നിങ്ങളെ ഉപ്പ വന്ന് നിങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഉമ്മാന്റെ അടുക്കളയിലേക്ക് കൊണ്ടുപോവാണ്. ആ കഫം പുടവ മാറ്റി ഉമ്മാന്റെ ആ തെളിമയാർന്ന മുഖം നിങ്ങൾ അവസാനമായിട്ട് കാണുകയാണ്. ഉമ്മാക്ക് അവസാനമായിട്ട് നിങ്ങൾ ഒരു ഉമ്മ കൊടുക്കുകയാണ്. ഇനി ഭൂമിയിൽ ഒരു ഉമ്മ കൊടുക്കാൻ എൻ്റെ ഉമ്മ ഇല്ല. ആ ഒരു യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് ഉമ്മാനെ കാണുന്നുണ്ട്. അവസാനം ആരോ പറയുന്നുണ്ട് അവിടുന്ന്, മയ്യത്തെടുക്കാനുള്ള സമയമായിട്ടുണ്ട്, ഇനി ആർക്കെങ്കിലും കാണണമെങ്കിൽ അവസാനമായിട്ടൊന്ന് കാണാന്നുള്ളത്. അങ്ങനെ നിങ്ങൾ അവസാനമായിട്ട് ഉമ്മാക്കൊരു അന്ത്യചുംബനം കൂടി നൽകിയിട്ട് ഉമ്മാനെ യാത്രയാക്കാണ്. ഉമ്മാന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കുകയാണ്. ഒരു പിടി മണ്ണ് ആ ഖബറിലേക്ക് ഇട്ട് എല്ലാവരും തിരിച്ചു വീട്ടിലെത്താണ്. വീടിപ്പോ ശാന്തമാണ്, വേറെ ആരുമില്ല. ഉപ്പ സങ്കടപ്പെട്ട് സിറ്റ് ഔട്ടിലൊരു മൂലക്ക് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഹാളിൽ ഇരിക്കുകയാണ്. ഉമ്മാന്റെ മയ്യത്ത് കിടത്തിയിട്ടുള്ള ആ കട്ടിലിന്റെ മുകളിൽ നിങ്ങൾ ഇരിക്കുകയാണ്. ഇനി ഉമ്മ ഫുഡ് അല്ലെങ്കിൽ ഉമ്മ എന്റെ തോർത്തെവിടെ, ഉമ്മ എന്റെ ഫോൺ എവിടെ, ഉമ്മ എനിക്ക് ഇതില്ല, ഉമ്മ എനിക്ക് ഇതില്ല എന്ന് പറയാൻ അങ്ങനെ ഒരു വ്യക്തി ഇനി ഭൂമിയിലേ ഇല്ല. പടച്ചോന്റെ വിളിക്ക് ഉത്തരം നൽകി ആ ഉമ്മ ഈ ഭൂമിയിൽ നിന്ന് യാത്രയായി. ഓക്കെ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓപ്പൺ യുവർ ഐസ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതേപോലെ എപ്പോ വേണമെങ്കിലും ഈ ലോകത്തുനിന്ന് നമ്മുടെ ഉമ്മ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സോറി പോലും പറയാതെ, നമുക്കൊരു സോറി പോലും ഉമ്മാനോട് പറയാൻ പറ്റാതെ, നമ്മൾ ഇത്രയും കാലം അവരോട് ചെയ്ത തെറ്റുകൾക്കൊന്നും ഒരു ക്ഷമ പോലും പറയാൻ പറ്റാതെ പെട്ടെന്ന് ദിവസം പഠിച്ചവനെ ഉമ്മാനോട് വിളിച്ചിട്ടില്ലേ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നീട് നമ്മൾ എന്തൊക്കെ നല്ല ചെയ്തിട്ട് കാര്യമുണ്ടോ മക്കളെ? കാര്യമുണ്ടോ? എത്ര ഫ്രണ്ട്സ് ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കി എന്തൊക്കെ ഉണ്ടായിക്കോട്ടെ, കാര്യമുണ്ടോ? ഉമ്മ ഉപ്പ മരിച്ച നമുക്കൊരു ലേബലുണ്ട്. എന്താ ലേബല്? യതീമെന്നല്ലേ? ഫ്രണ്ട്സ് മരിച്ച അങ്ങനത്തെ ലേബലുണ്ടോ? ഓൾമോസ്റ്റ് വേറെ ആരെങ്കിലും മരണപ്പെട്ട നമുക്ക് ആ ലേബലുണ്ടോ? ആ ലേബല് കിട്ടുക എപ്പോഴാ? നമ്മുടെ ഉമ്മയും ഉപ്പയും മരിച്ചാലാണല്ലേ അനാഥനുള്ള ലേബല് കിട്ടുക. അവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ അഡ്രസ്സ് അവിടെ അവസാനിക്കുകയാണ്. അതുവരെ നമ്മുടെ ലോകം ഉമ്മ ഉപ്പ ഉണ്ടാക്കുന്ന ഈ ദുനിയാവിലെ സ്വർഗത്തിലെ രാജകുമാരന്മാര് രാജകുമാരിമാരാണ് നമ്മളില്ലേ.
പക്ഷെ അവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിതം അവിടെ എന്ത് ചെയ്യാണ്? നമ്മുടെ ലോകം അവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ദുനിയാവിലെ സ്വർഗം അവിടെ എന്ത് ചെയ്യാണ്? നഷ്ടപ്പെടുകയാണ്. കണ്ണുണ്ടെങ്കിലേ കണ്ണിന്റെ വില അറിയുള്ളൂ എന്ന് പറയുന്നത് പോലെ അവരില്ലാതായാലോടെ നമുക്ക് ഓരോ വില മനസ്സിലാവുള്ളൂ. അപ്പൊ അത് ഇല്ലാതാവുന്നതിന് മുമ്പ് തന്നെ അവരോട് നമ്മൾ എന്തെങ്കിലും തെറ്റ് നമ്മൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, മനുഷ്യന്മാരാണ്, സ്വാഭാവികമാണ്, തെറ്റുകൾ സംഭവിക്കും. പക്ഷെ എന്തെങ്കിലും നമ്മളെ ഭാഗത്ത് നിന്ന് അങ്ങനെ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഉമ്മാനോട് പോയിട്ട്, ഉമ്മ നിങ്ങൾ എനിക്ക് പുറത്ത് തരണട്ടോ, അല്ലെങ്കിൽ ഉപ്പ നിങ്ങൾ എനിക്ക് പുറത്ത് തരണട്ടോ, എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് പറയണം. എപ്പോ വേണമെങ്കിലും. മരണം എന്ന് പറയുന്നത് രംഗബോധമില്ലാത്ത കോമാളിയാണല്ലേ, അത് എപ്പോ വേണമെങ്കിലും അവരെയോ നമ്മളെ പിടികൂടാം. ആരെ പിടികൂടിയാലും നഷ്ടാർക്കാണ്? ഉമ്മമാരെ സ്നേഹിച്ചില്ലെങ്കിൽ നമുക്കാണല്ലേ. അവർ മരണപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ, പോയി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഭൂമിയിൽ ഇല്ലാത്ത സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തോ എത്ര പ്രാർത്ഥിച്ചിട്ടോ കാര്യമില്ല. അവർ ജീവനോടെ ഇരിക്കുമ്പോൾ അവർക്ക് കുറച്ച് പരിഗണന നൽകി, അവർക്ക് കുറച്ച് സ്നേഹം നൽകി മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ജീവിതത്തിൽ വിജയിക്കുള്ളൂ. അപ്പൊ എല്ലാവരും ഇരുന്നായിരുന്നു. നമ്മുടെ പാരൻസ് എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് എന്ത് ചെയ്യുക? മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അവർക്ക് വേണ്ടി എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ഇപ്പൊ നമ്മൾ ചെറുതിലെ മദ്രസയിൽ തൊട്ട് പ്രാർത്ഥിക്കാറുണ്ടല്ലേ? എന്താ ഉമ്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന? എന്താ പ്രാർത്ഥന? ഏതാ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാറില്ലേ? നമുക്ക് വേണ്ടി കരഞ്ഞ, നമുക്ക് വേണ്ടി ചിരിച്ച, നമുക്ക് വേണ്ടി ജീവൻ ത്യാഗം ചെയ്തിട്ടുള്ള ആ മാതാപിതാക്കൾക്ക് വേണ്ടി എപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവണം. 5 നിസ്കാരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന, ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തി അവരോട് നീ കാരുണ്യം കാണിക്കണേ റബ്ബേ എന്നാ പറഞ്ഞത്. അവർക്ക് ആയുസ്സുണ്ടെങ്കിൽ, അവർക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലെ ജീവിതം ഒരു സ്വർഗമായി തീരുള്ളൂ. അവരെ മരണപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ യതീങ്ങളാണ്, നമ്മൾ അനാഥരാണ്, നമുക്ക് അഡ്രസ് ഇല്ല. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞത് ഒരിക്കലും ശാശ്വതമാവൂല. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആ പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റായ ഉമ്മാനെയും ഉപ്പാനെയും നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ. അൽഹംദുലില്ലാ, ഇന്നിവിടെ എത്തിപ്പെടാൻ സാധിച്ചതിലും അതുപോലെ തന്നെ നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇതിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുള്ള IGM-ന്റെയും MSM-ന്റെയും സംഘാടകരോട് നന്ദി പറയുകയാണെന്ന്. ജസാക്കല്ലാഹ് ഖൈറൻ. ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ സംസാരത്തിനിടയിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഫോൾട്ടുകളോ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. നമ്മളെ മാതാപിതാക്കളാണ് നമ്മളുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോട് നന്മ ചെയ്ത് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുമ്പോൾ അവരോട് നന്മ ചെയ്തതിൻ്റെ പേരിൽ നാളെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ ഒത്തുചേരലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വാലിഹായ അമലായി തീരുമാറാകട്ടെ. നമ്മളിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ. ഇപ്പൊ നമ്മളെ പാരൻസ് തന്നെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അവർക്കൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉയർന്ന സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞോട് വാക്കുകൾ നിർത്തുകയാണ്. ആമീൻ ആമീൻ യാ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.